ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ കിച്ചപ്പൻ്റെ ചോറുണ്ട വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ 2 മണിക്ക് പോകണമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏതാണ്ട് 3 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ ആകുമ്പോൾ എല്ലാവരും കുളിയും എല്ലാതും കഴിയണ്ടേ. നമ്മുടെ കിച്ചപ്പനെയൊക്കെ കുളിപ്പിച്ചത് അവന് മറ്റേ സ്വെറ്റർ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങുന്നത് ചേച്ചിയുടെ അടുത്തേക്കായിരുന്നു. ചേച്ചിയുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് 2 മണിയാകുമ്പോൾ നമ്മളവിടെ എത്തുന്നു കേട്ടോ. ഇവള് 2 മണി തൊട്ടിട്ട് വിളിക്കാൻ തുടങ്ങിയതാണ്, എവിടെ എത്തി ചോദിച്ചിട്ട് കേട്ടോ. അങ്ങനെ 3 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവളുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഏതാണ്ട് 3:15 ആയിട്ടുണ്ടായിരുന്നു. 3:15 ഉള്ളിൽ ഇവിടേക്ക് എത്തിയിട്ടോ. അങ്ങനെ ഇതേ അവളുടെയും ലഗേജുകളൊക്കെ കയറ്റാണ്ട് അപ്പം നമ്മൾ ആദർശാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്, 7 സീറ്റർ. അപ്പോൾ അതേ എല്ലാ സംഭവങ്ങളും എടുത്ത് വെക്കുകയാണ്. ഓൾറെഡി ഈ ഒരു വണ്ടിക്ക് ഡിക്കി സ്പേസ് ഭയങ്കര കുറവാണ് കേട്ടോ. ഓൾറെഡി നമ്മുടെ ബാഗൊക്കെ വെച്ചപ്പോൾ അവിടുത്തെ സ്ഥലം കഴിഞ്ഞിട്ടുണ്ടായി. പിന്നെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അങ്ങോട്ട് വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ഇപ്പോൾ മാളോട് നമ്മുടെ ആദൂന് അങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് മാളുവിൻ്റെ കാര്യം ഒന്നും പറയണ്ട, വൻ കോമഡി ആയിരുന്നു. മാളുവിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല, രാവിലെ തൊട്ടേ വിളി തുടങ്ങിയതായിരുന്നു. മൂപ്പത്തി ഉറങ്ങാണോ എന്താണെന്ന് അറിയാതെ ആദർശേട്ടൻ പിന്നെ അവിടേക്കൊക്കെ പോയി കൂട്ടി വരാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് നമ്മളെല്ലാവരും പോവാണ്. അപ്പോൾ ഞാനായിട്ട് ഫ്രണ്ടിൽ ഇരുന്നുണ്ടായിരുന്നത്, കാരണം ഉണ്ണിക്ക് പാലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി കംഫർട്ടബിൾ ഫ്രണ്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ രാവിലത്തെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയൊരു ടൈം കിട്ടില്ല കേട്ടോ. ഭയങ്കര തിക്കും തിരക്കും, വേഗം സ്പീഡിൽ എല്ലാ കാര്യങ്ങളും സെറ്റാക്കായിരുന്നു. പിന്നെ ഇതെല്ലാവരും നല്ല ഉറക്കമായിട്ടോ കാറിൽ കയറിയിട്ട്. ഞാൻ പതുക്കെ ഉറങ്ങുമ്പോഴേക്കും ആദർശേട്ടൻ വേഗം എന്നെ വിളിച്ചിട്ട്, കാരണം ഉറങ്ങാല്ലേ ചേട്ടൻ ഉറക്കം വരുന്നുണ്ട് പറഞ്ഞിട്ട്. പുലർച്ചെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലോക്കോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പന്തീരങ്കാവ് എത്തിയപ്പോൾ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ വേഗം വണ്ടി ഒന്ന് നിർത്തിയ കാരണം വേഗം നമ്മുടെ കിച്ചപ്പനെ കണ്ണും പിരികൊക്കെ എഴുതി കൊടുക്കായിരുന്നു. അവനാച്ചെങ്കിൽ എങ്ങനെയും പോണ ദിവസം അങ്ങനെയാണ്. അന്നത്തെ ദിവസം അവൻ ആകെ അത് കൊളാക്കും. അങ്ങനെ ഒരു കണ്ണ് എഴുതുമ്പോഴേക്കും അവൻ കണ്ണൊക്കെ തുറന്ന് ആകെ പരത്തി സീനാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ കുറേ നേരം ഇവിടെ ഇരുന്നു കേട്ടോ, കാരണം ഉണ്ണിക്ക് കണ്ണും പിരികെ തന്ന സമയം കൊണ്ട് ഇവരെല്ലാവരും ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവനെ ഞാൻ അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള പത്തിരി ആയിരുന്നു കേട്ടോ. അങ്ങനെ പത്തിരിയും നല്ല ചായയൊക്കെ കുടിച്ചപ്പോൾ തന്നെ സമാധാനമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കിച്ചപ്പ ഉറങ്ങിയിട്ടില്ല, അവൻ കാഴ്ചകളൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ആദർശാടെ ഇത് വിനീഷേട്ടനെ ഇട്ട് ട്രോളിക്കൊണ്ടിരിക്കാണ് കേട്ടോ. അതാണ് എല്ലാവരും ചിരിക്കുന്നത്. അതെന്താന്ന് ഞാൻ അവിടെ വെക്കണില്ല, അതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. പിന്നെ നമുക്ക് മുല്ലപ്പൂമാലൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് അതും കണ്ടപ്പോൾ അതും വാങ്ങിച്ചു. ഇത് നമുക്ക് ഭഗവതിക്കും അതുപോലെ തന്നെ അവിടുത്തെ കോമരങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ മുല്ലപ്പൂ എനിക്ക് പിന്നെ ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. എനിക്ക് തലയിൽ വെച്ച ഭയങ്കര തലവേദന, എന്തൊക്കെ ഇറിറ്റേഷനാണ്. അത് കാരണം ഞാൻ മുല്ലപ്പൂവൊന്നും വെച്ചില്ല കേട്ടോ. നാളത്തെ പോലെ ആദർശേട്ടൻ വീണ്ടും എൻ്റെ അടുത്ത് പടങ്ങിട്ടോ, ചേട്ടൻ എന്തോ പറയാൻ വന്നപ്പോഴേക്കും ഞാൻ ക്യാമറ ഓഫാക്കി. അപ്പം അതിൻ്റെ പരിഭവം പറച്ചിലാണ് ഈ കാണുന്നത് കേട്ടോ. ഞാൻ വരണ വഴിക്കൊന്നും കമ്മലിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അമ്പലം എത്താറായപ്പോഴാണ് കമ്മലൊക്കെ എടുത്തിട്ട്. മുടിയൊന്നും ഉണങ്ങാത്ത കാരണം അത് കെട്ടാനും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഡ്രയർ വെച്ച് ഉണക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിത് നമ്മുടെ ചെറുപ്പയിലെത്തി. അങ്ങനെ ചെറുപ്പയിലൊക്കെ എത്തുമ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മുടെ നാട് എന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഞാനിപ്പോൾ ഏതാണ്ട് 1 വർഷത്തിന് ശേഷമാട്ടോ നമ്മുടെ പൊക്കണത്തേക്ക് പോകുന്നത്. ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ തൊട്ടേ എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഉണ്ണിക്ക് ഇപ്പോൾ 6 മാസമായി. അപ്പോൾ ഉണ്ണിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുണ്യൊക്കെ ആവണേക്കാൾ മുന്നേ തന്നെ നമ്മൾ എന്തായാലും ഫസ്റ്റത്തെ ചോറൂണ് നമ്മുടെ പൊക്കണത്ത് നമ്മുടെ തറവാട്ടമ്പലത്തിൽ വെച്ചിട്ട് കൊടുക്കാമെന്ന് നമ്മൾ മുന്നേ തീരുമാനിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് അമ്പലത്തേക്ക് എത്തി. അപ്പോൾ ഉണ്ണിക്കിപ്പോൾ മലയാള മാസം നോക്കാച്ചെങ്കിൽ അവന് ഇന്ന് 6-ാം മാസം സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. ഇന്ന് അവൻ്റെ നാളാണ്, 1-ാം തീയതിയാണ് ഉണ്ണിക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ചിത്തിര നാളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ നാളിൻ്റെ എന്നാണ് നമ്മൾ അവന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു 6-6:45 ആകുമ്പോഴേക്കും നമ്മുടെ തറവാട്ടമ്പലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇത് നേരെ വന്ന് ഇറങ്ങിയപ്പോൾ അച്ഛമ്മ വന്നു കേട്ടോ. അച്ഛമ്മ ഇങ്ങോട്ട് വന്ന് കയറുന്ന സമയമായിരുന്നു. അങ്ങനെ വേഗം ഉണ്ണീനെ എടുത്തു കേട്ടോ. പിന്നെ ഞാൻ വേഗം സാരിയൊക്കെ റെഡിയൊക്കെ ഇരുന്നുണ്ട്. സാരിയൊക്കെ നമ്മൾ ഇരുന്നിട്ട് ആകെ ഒരു ഇതാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കിച്ചപ്പൻ സാരിയുടെ മറ്റേ ഞൊറിഞ്ഞ ഭാഗത്ത് അച്ഛനെ കൺമഷി വെച്ചിട്ടും തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ എല്ലാവരും ഇറങ്ങിയിട്ട് നേരെ അമ്പലത്തേക്ക് നടക്കുകയാണ്. വിനീഷേട്ടനും ചേച്ചിയും തേച്ചപ്പനും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഉണ്ണിയുടെ കയ്യും കാലൊക്കെ കഴുകിയിട്ട് അവനെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവനെ കണ്ടതും ഞങ്ങളുടെ വലിയച്ഛൻ പോയിട്ട് വേഗം അവന് ഇവിടെ എല്ലാവരും മഞ്ഞൊരു പട്ട് തോളത്തിടും കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അവൻ്റെ തോളത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനച്ഛനെ ഭയങ്കര ഗമ. അവന് ഇവിടെ വന്ന ഒരാളെ ഇനി പരിചയക്കേടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാവരുടെ അടുത്തും ഭയങ്കര ചിരിയും കളിയും ഭയങ്കര കൂട്ടുകൂടലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഇതേ കൈയും കാലൊക്കെ കഴുകിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ കേട്ടോ. ഈ സെറ്റ് മുണ്ട് എടുത്ത കാരണം മഴ പെയ്തിട്ടാച്ചെങ്കിലേ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സെറ്റ് മുണ്ട് എടുത്തപ്പോൾ അതിൻ്റെ തട്ടിയിട്ട് എൻ്റെ കാൽമൊക്കെ അങ്ങനെ ചെളിയാകുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥതയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ നമ്മളിതേ അമ്പലത്തേക്ക് എത്തി. അവിടെ ഇപ്പോൾ കുറച്ച് ശേഷമൊക്കെ ആൾക്കാർ വന്നു തുടങ്ങി. ഇവിടെ രാവിലെ ആകുമ്പോൾ ചെണ്ടകൊട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ ഇതേ അവന് ചോറ് കൊടുക്കുമ്പോൾ നമ്മൾ മേത്ത് പുതയ്ക്കാൻ വേണ്ടിയിട്ട് സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെച്ച് നോക്കണം. അപ്പോൾ നമ്മൾ വേണ്ട ഈ മഞ്ഞപ്പട്ട് മാത്രം
മാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതേ ഉണ്ണിയുടെ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എനിക്ക് ചേച്ചി ആട്ടയ്ക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു തരാറ്. തേജപ്പോൾ ദേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. കിച്ചുട്ടനെ കുട്ടിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ പേടിക്കുന്നതായിട്ട് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഉറപ്പായിരുന്നു നല്ല സൗണ്ട്, പിന്നെ നല്ല പേടിയാണ്. പക്ഷേ ഈ കുട്ടിൻ്റെ ഇത്രയും ഒച്ചത്തിൽ സൗണ്ട് കേട്ടിട്ട് മൂപ്പർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൻ ഭയങ്കര ആസ്വദിച്ചിരുന്നതിനെ കേൾക്കായിരുന്നു. നമുക്കെന്നെ കാണുമ്പോൾ എന്തോ ഒരു അതിശയം പോലെ തോന്നിയിട്ടാ. പിന്നെ ഇതേ ഞാനും മാളും ഉണ്ണിയും കൂടിയിട്ട് അവിടെ ഇരുന്നു. ചോറ് കൊടുക്കാതെക്ക് തൊഴാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ബാക്കി എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൽ തൊഴുത് വലം വെച്ച് വന്നിട്ട് കുറിയും പ്രസാദമൊക്കെ തൊടുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും മാളുമാണ് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ മാളും എൻ്റെ ഉണ്ണീനെ എടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ മാളു പോയിട്ട് വേഗം തൊഴുതു വന്നു കേട്ടോ. അങ്ങനെ മാളുവിനും ചേച്ചി ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. കിച്ചു തവൻ്റെ മാളുമേമ്മയുടെ ഒപ്പം ഇങ്ങനെ പോസ് ചെയ്തിട്ട് അങ്ങനെ ഇരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വല്യമ്മ മാറി എടുത്തിട്ടുണ്ട്. ഇനി വല്യമ്മ ഫോട്ടോസ് എടുക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കിച്ചപ്പനാണ്. എല്ലാവരും കിച്ചപ്പനെ മാറി മാറി എടുത്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ കേട്ടോ. കിച്ചുടൻ അച്ഛൻ എല്ലാവർക്കും നല്ല രീതിക്ക് പോസ് ചെയ്തിരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുകയാണ്. നമ്മൾ നേരത്തെ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം പോസ്റ്റായോ ചോദിച്ചാൽ പോസ്റ്റായി എന്ന് പറയാൻ പറ്റില്ല. അമ്പലമായതുകൊണ്ട് നമുക്ക് കുറേ നാൾക്ക് ശേഷമല്ലേ വരണേ. അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പാപ്പനൊക്കെ വന്നിട്ട് നമ്മുടെ കിച്ചപ്പനെ കളിപ്പിക്കുന്നുണ്ട്. ഇവിടെ അവനെ ആര് വന്നെടുക്കുമ്പോഴും യാതൊരു വിധ പ്രശ്നവും ഇല്ല കേട്ടോ. എല്ലാവരുടെ അടുത്തേക്കും പോകണ്ടായിരുന്നു. ആളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ വിചാരിച്ചു ചെണ്ടക്കൊട്ടൊക്കെ കേൾക്കുമ്പോൾ ആൾക്ക് നന്നായി പേടിക്കുകയോ കരയോന്നൊക്കെ. പക്ഷെ അതിനൊന്നും യാതൊരു വിധ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ. മുന്നേ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ തറവാട്ടമ്പലം കേട്ടോ. എന്നിട്ട് പരിപാടികളൊക്കെ തുടങ്ങുന്ന സമയത്തേക്കാണ് ഞാൻ അങ്ങോട്ട് എത്താറുള്ളൂ. ഇപ്പോൾ നമുക്ക് എത്രയോ നേരം മണിക്കൂറോളം മുന്നേ ഇവിടെ വന്നിരിക്കുമ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര നെസ്റ്റ് അടിക്കുക. എന്താ പറയുക, എന്തൊക്കെയോ നമ്മൾ ചിന്തയിൽ ഇങ്ങനെ പെട്ടുപോട്ടാ. അത് കഴിഞ്ഞിട്ട് അമ്മ ഇത് നമ്മുടെ കിച്ചുവിനെ ഉറക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വൈശാഖേട്ടനും അല്ലൂട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇതേ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അല്ലൂട്ട ഇത് പിന്നാലെ പോകുന്നുണ്ട്. അല്ലൂട്ടിൻ്റെ അച്ഛൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഭയങ്കര ചടപ്പ്. കുറച്ച് കഴിഞ്ഞാൽ തേജപ്പനായിട്ട് ഭയങ്കര സെറ്റായിക്കോളും. ഫസ്റ്റ് അവർക്ക് കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക, സംസാരിക്കാനും ഭയങ്കര എന്തോ ഒരു മടിയായിരുന്നു കേട്ടോ. അല്ലൂട്ടിൻ്റെ അച്ഛൻ വൈശാഖേട്ടൻ്റെ പിന്നെ ഒന്നും മാറുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ വരണ വഴിക്ക് കുറച്ച് മുന്നേ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അത് കാരണം വേണ്ട പറഞ്ഞിരിക്കായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോയത്. അതും എനിക്കൊന്നും വിശക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അമ്മയുടെ അടുത്തൊക്കെ കുറേ വട്ടം പറഞ്ഞപ്പോൾ അമ്മ കുറച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ ആദർശേട്ടൻ അച്ഛൻ രണ്ട് മക്കളേനെയും കൂട്ടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാം കേട്ടോ. അപ്പോൾ രണ്ടെണ്ണത്തിനും വേണ്ട പറഞ്ഞപ്പോൾ ചേട്ടൻ പറ്റില്ല ചായ കുടിക്കാൻ വായോ പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂട്ടിയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് മഴയൊക്കെ പെയ്തിട്ട് കുറച്ച് ചെളി ഉണ്ടായിരുന്നു കേട്ടോ. പല്ലൂസിനെ ആദർശേട്ടൻ എടുത്തു. കാരണം ഉണ്ണി ചെരുപ്പിട്ടുണ്ടായിരുന്നില്ല. തേജപ്പൻ ചെരുപ്പിട്ടുകൊണ്ട് അങ്ങനെ നടന്നു കേട്ടോ. അങ്ങനെ ഇവിടെ കയറിയപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു കേട്ടോ. അന്നപ്പോൾ ഞാൻ പോയിട്ട് കളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഇത് അമ്മ കുറച്ച് ലേശം മാത്രം ഇത് ഉപ്മാവ് എടുത്തിട്ട് കഴിക്കാൻ കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും 2 ഗ്ലാസ് ചായ കുടിച്ചു. ചായ കുടിക്കുമ്പോൾ ഭയങ്കര സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് അമ്മ പാത്രങ്ങളൊക്കെ കഴുകേണ്ടത് നമ്മൾ വീണ്ടും ഉണ്ണിയുടെ അടുത്തേക്ക് വന്നു കേട്ടോ. നമ്മൾ ഉണ്ണിയൊക്കെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ കിച്ചുട്ട് അത് അവൻ്റെ മാളുമേമയുടെ മടിയിൽ ഇരുന്നിട്ട് തുണി കഴിക്കുന്നു. എന്തെങ്കിലും കിട്ടിയ ഒരു പ്രായത്തിലുള്ള സ്വഭാവം അറിഞ്ഞൂടെ. എന്ത് കിട്ടിയാലും അവർക്ക് വായിക്കാം. കിച്ചുവിന് അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്ത് കിട്ടിയാലും നേരെ കൊണ്ടുപോകാൻ വായിക്കാം. അപ്പോൾ മേത്തിരുന്ന മഞ്ഞ തുണി ഉണ്ടല്ലോ, അതെടുത്തിട്ട് മാക്സിമം അവൻ വായിക്കിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി അതൊക്കെ മാറ്റിയിട്ട് മുഖമൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മ കുറേ നേരം നമ്മുടെ മാളുവിനെ ചായ കുടിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കൊന്നും വിശപ്പില്ല പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ പാപ്പൻ്റെ വീട്ടിൽ പോയിട്ടോ. അത് ഉണ്ണിക്ക് കുറച്ച് കുറുക്കുണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ചോറ് കൊടുത്തതിന് ശേഷമാണ് അവന് കുറുക്ക് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുന്നേ അത് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അവന് ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് വെച്ചെന്ന് ചെല്ലുമ്പോൾ നമുക്കത് എടുത്ത് കൊടുക്കില്ല വേണ്ട. അപ്പോൾ ചൂടൊക്കെ അറിയിട്ട് അത് സെറ്റായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ പാപ്പൻ്റെ വീട്ടിൽ പോയിട്ട് കുറുക്കൊക്കെ ഉണ്ടാക്കി അവിടെ സെറ്റാക്കിയിട്ട് പോകുന്നു കേട്ടോ. പിന്നെ ഇതേ ഉണ്ണീനെ അവൻ്റെ മാമനൊക്കെ എടുക്കുന്നുണ്ട്. മാമൻ്റെ അടുത്ത് മൂപ്പർക്ക് ചെറിയൊരു പരിചയക്കേടുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ വലിച്ചനായിട്ട് മൂപ്പര് നല്ല സെറ്റായിട്ടുണ്ട്. വിനീഷേൻ്റെ അടുത്ത് ഇപ്പോൾ നന്നായിട്ട് സെറ്റായി. ചേട്ടൻ്റെ അടുത്ത് പോവുകയൊക്കെ ചെയ്യട്ടോ. വൈശാഖേൻ്റെ അടുത്തേക്ക് പോയി കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും അവൻ എന്തോ ഒരു തോന്നപ്പോൾ അവൻ അങ്ങോട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. കുറച്ച് പരിചയക്കേടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ആദർശേട്ടൻ പോയിട്ട് മക്കൾക്ക് ജെംസ് മിഠായും കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ണീനെ കളിപ്പിക്കാൻ കേട്ടോ. വിനീഷേട്ടൻ ഇങ്ങനെ ചെയ്യുമ്പോൾ മൂപ്പര് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് മറ്റേ അത്ഭുത ദ്വീപിലെ നരഭൂജികളുണ്ടല്ലോ, അവർ മറ്റോരെ അടുത്ത് ഇങ്ങനെ കുലുക്കുണ്ടല്ലോ അതേപോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയായിരുന്നു കേട്ടോ. പിന്നെ ഇതേ മാളുമേമ്മയുടെ മടയിൽ ഞായി നമ്മുടെ കിച്ചപ്പൻ അച്ഛൻ കൊട്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ നടക്ക് നമ്മൾ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എന്നെ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു കേട്ടോ. പിന്നെ അമ്പലത്തിൻ്റെ മുകളിൽ വെച്ച മറ്റേ അമ്മേ നാരായണ ദേവി നാരായണ ആ ഒരു ബോർഡ് ഉണ്ടല്ലോ, അത് മൂപ്പർക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതുമൊന്നും ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കി അങ്ങോട്ട് ഇരിക്കായിരുന്നു കേട്ടോ. ഫുൾ ടൈം അത് നോക്കുക
ചിരിക്കുക, അത് നോക്കുക ചിരിക്കുക, അങ്ങനെ ഇരുന്നു കേട്ടോ. കണ്ട അതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. അതെന്തോ ഒരു അത്ഭുതവസ്തു പോലെയായിട്ട് കുട്ടി നോക്കുന്നുണ്ടായിരുന്നത്. പിന്നെ കുറേ അത് നോക്കി ചിരിക്കാനും ഭയങ്കര കളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചേച്ചിയൊക്കെ അത് അവിടെ പോയിട്ട് നാമം ചൊല്ലാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പം ഞാനും ആളും കിച്ചപ്പനും കൂടിയിട്ട് ഇവിടെ ഇരുന്നു. കാരണം എനിക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ലല്ലോ. ചോറ് കൊടുത്തതിന് ശേഷമാണ് ഞാനും കിച്ചും കൂടിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുക കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തറവാട്ടുകാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ദേവിയുടെ അവിടെ പ്രാർത്ഥനകൾ ചൊല്ലിയായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയൊക്കെ അവിടെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവരിങ്ങോട്ട് പോകുന്നു കേട്ടോ. കൂട്ടപ്രാർത്ഥന എന്നാട്ടോ ഇതിനെ പറയാ. അവിടെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരുമിച്ചിരുന്നിട്ട് അമ്മേ നാരായണ ദേവി നാരായണ ഇരുന്നിട്ട് ചൊല്ലൂട്ടോ. അങ്ങനെ കിച്ചപ്പതേ അവൻ്റെ അമ്മമ്മയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അവനച്ഛൻ കുറച്ച് ശേഷം ഉറക്കം വരുന്നുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പം അമ്മ എത്ര ആട്ടിയിട്ടും അവ ഉറങ്ങണില്ല. ഇങ്ങനെ മേത്ത് ഇങ്ങനെ കിടന്ന് അങ്ങനെ ഒരു ഉറക്കം ഇത് കാണിക്കായിരുന്നു. പിന്നെ ഇത് ആദർശേട്ടന് ഓരോ പണികളായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പണി മീൻസ് നമ്മുടെ അമ്പലത്തിലത്തെ ഓരോ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ വെള്ളം കോരിയിട്ട് ഈ ഒരു പാത്രത്തിൽ, ഇത് മറ്റേ ഗുരുതിക്കുള്ള ഒരു പാത്രമാണ് കേട്ടോ. അപ്പോൾ അതിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആദർശമായിട്ട് ഇത് കോരിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ കൈ നൈസായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം ഈ കയറ് തട്ടുമ്പോൾ ഭയങ്കര വേദന ഉണ്ടായി എന്ന് പറഞ്ഞു കേട്ടോ. കാരണം നമ്മുടെ ഫ്രിഡ്ജിലുണ്ടല്ലോ പാല് കട്ടയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാലും പാക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പിടിച്ച് വലിച്ചതാണ്. അപ്പോൾ ഐസും കട്ടേൻ്റെ മുകളിൽ നമ്മുടെ കൈ ഒട്ടിപ്പിടിച്ചിട്ട് കൈയിൻ്റെ സൈഡത്ത് തൊലി കംപ്ലീറ്റ് അതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചു. അങ്ങനെ അവിടെ നൈസായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കോരുമ്പോൾ ഭയങ്കര വേദന എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഉണ്ണിക്ക് ചോറ് കൊടുക്കാനായി അപ്പം ഉണ്ണിയോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളിത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇപ്പം ഞാൻ പറയുന്നത് ഉണ്ണിയുടെ മേത്തച്ചങ്ങനെ ബ്ലൗസിൻ്റെ ഇത് കോറിയിട്ട് ആകെ പാടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ ചോറ് കൊടുക്കാൻ വേണ്ടി ഇരുന്നു. അപ്പം ഉണ്ണിയുടെ ചോറ് കൊടുക്കൽ മാത്രമല്ല കേട്ടോ, വേറെ നമ്മുടെ ഒരു കസിൻ ചേട്ടൻ്റെ ഉണ്ണിയുടെ കൂടിയും ചോറ് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടേട്ടൻ്റെ ഉണ്ണിയുടെ കൂടിയും ചോറ് കൊടുക്കാണ്ട് അപ്പം നമ്മളത് ഇരുന്നു. അങ്ങനെ ഇതേ കുട്ടേട്ടനും പിന്നെ അപ്പുറത്തെ ചേച്ചിയും കൂടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വെച്ചാൽ നമ്മുടെ കിച്ചപ്പൻ കൊറോണ സ്വഭാവം എടുക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിട്ടോ. കാരണം നേരത്തെ മൂപ്പര് പാലൊക്കെ കുടിച്ചിട്ട് ഉറങ്ങാനുള്ളൊരു സെറ്റപ്പിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചോറ് കൊടുക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഉറങ്ങാതെ നമ്മളിങ്ങനെ കുത്തനെ ഇരുത്തി കഴിഞ്ഞു വെച്ചാൽ മൂപ്പർക്ക് എന്തായാലും ദേഷ്യം വരും. അപ്പോൾ കരയോന്നൊക്കെ നല്ല പേടിയായി. പിന്നെ ഇത് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവർ തമ്മിൽ 1 മാസത്തിന് വ്യത്യാസമുണ്ട്. നമ്മുടെ ചേട്ടൻ്റെ കുട്ടി 1 മാസത്തിന് നമ്മുടെ ഉണ്ണീനേക്കാളും മൂത്തതാണ് കേട്ടോ. അങ്ങനെ ഇതേ നമ്പൂരി വന്നു കുറിയൊക്കെ തൊട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം പുണ്യാഹമൊക്കെ കൊടുത്തിട്ട് അവനെ മേലൊക്കെ ശുദ്ധിയാക്കിയിട്ട് പിന്നെ കുറിയൊക്കെ വരച്ചിട്ടാട്ടോ ഉണ്ണിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇരിക്കണത്. ഇവർ രണ്ടുപേരും അതെ ഈ നമ്പൂതിരി എന്തൊക്കെയാണോ ചെയ്യണേ അതൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കാട്ടോ. അങ്ങനെ ഇത് ആദ്യം മാതൃശേട്ടൻ അട്ടുണ്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഉടച്ചിട്ട് എനിക്ക് പേടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ അങ്ങനത്തെ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. അപ്പം നന്നായിട്ട് കൈയോട് തിരുമ്മിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കൈയൊക്കെ കഴുകിയിട്ട് ഞാനും ഉണ്ണിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അച്ഛൻ സത്യം പറയാച്ചെങ്കിൽ സെറ്റ് മുണ്ട് എടുത്തിട്ട് ചമ്പറം പടങ്ങിയിട്ട് ഇരിക്കാൻ പറ്റണില്ല. ഓൾറെഡി എനിക്ക് ചമ്പറം പടങ്ങിയിരിക്കാൻ സത്യം പറയാച്ചെങ്കിൽ അറിയില്ല. പിന്നെ സെറ്റ് മുണ്ടും കൂടി എടുത്തിട്ട് അച്ഛൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇങ്ങനെ കാല് വെച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും ഇതേ ഉണ്ണിക്ക് ചോറ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വലിച്ചനാട്ടോ ഉണ്ണിക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ അച്ഛൻ്റെ ചേട്ടനാണ്. അങ്ങനെ ഇതേ പിന്നെ ഓരോരുത്തരായിട്ട് ചോറ് കൊടുക്കാൻ കേട്ടോ. കിച്ചൂട്ട് ആ സമയത്തൊക്കെ വലിയ അലമ്പ് കാണിക്കാതെ നല്ല കുട്ടിയായിട്ട് തന്നെ ഇരുന്നു കേട്ടോ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഉറക്കം വന്നിട്ട് ഇരുന്ന് കരയുന്നിട്ടാ. പിന്നെ ഇതേ ചോറ് കൊടുക്കുമ്പോൾ എല്ലാവരുടെ മുഖത്തേക്ക് നോക്കിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ണി വലിയ കുഴപ്പമില്ലാതെ ഇരുന്നു കേട്ടാ. പിന്നെ ഇതേ ചേച്ചിയൊക്കെ ചോറ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വലിയച്ഛന്മാരും എല്ലാവരും ഉണ്ണിക്ക് ചോറ് കൊടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ വെച്ചെങ്കിലേ നമ്മൾ ചോറ് കൊടുത്ത് അവന് അധികം ഇത് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെയോ 2
ഓംലെറ്റോ പപ്പടവും ഉണ്ണിയുടെ വായിൽ പെട്ടിട്ട് അവൻ കംപ്ലീറ്റ് അവിടെ ഛർദ്ദിച്ച ആക്കൊരു ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഛർദ്ദിച്ചപ്പോഴാണ് മൂപ്പരൊന്ന് കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാതെ മുഖമൊക്കെ തുടച്ചു കൊടുത്തിട്ട് അങ്ങനെ സെറ്റായിട്ടോ. പിന്നെ ഇത് അമ്മയൊക്കെ ചോറ് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ജസ്റ്റ് തൊടിയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഞങ്ങളെല്ലാവരും തൊടിക്കുക ചെയ്തതിൻ്റെ ഇടയിൽ എങ്ങനെയോ ഒരു ചോറിൻ്റെ വറ്റുണ്ണിയുടെ വായിൽ പെട്ടതായിരുന്നു. അവനെ ചങ്ങ വറ്റൊന്നും കഴിക്കാറായിട്ടില്ലല്ലോ. അപ്പം അതിങ്ങനെ കംപ്ലീറ്റ് അങ്ങനെ ഛർദ്ദിച്ചതായിരുന്നു കേട്ടോ. പിന്നെയൊക്കെ ജസ്റ്റ് ആ പായസം ജസ്റ്റ് ആ ഒരു പായസത്തിൻ്റെ ശർക്കരയുടെ നീരുണ്ടല്ലോ അത് ജസ്റ്റ് വായിൽ വെച്ച് കൊടുക്കുക മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. അങ്ങനെ ചോറ് കൊടുത്ത അരിയുണ്ടല്ലോ അത് നമ്മൾ എടുക്കണമല്ലോ. അങ്ങനെ ഞാൻ അതെടുത്തു. അത് കഴിഞ്ഞിട്ട് അത് നമ്മളോട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിട്ടോ. അങ്ങനെ ഞാൻ അത് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിൽ പായസം, ചോറ്, പപ്പടം അങ്ങനെ കുറച്ച് നല്ല ഐറ്റംസ് എല്ലാം കേട്ടോ. നമ്മുടെ തൃശ്ശൂരൊക്കെ ചോറ് കൊടുക്കുമ്പോൾ ഇലയിൽ ഉപ്പും പുളിയും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ അത് ഇല്ല കേട്ടോ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളവിടെ ഉപ്പും പുളിയൊക്കെ വയ്ക്കും. അങ്ങനെ ഇത് ഞാൻ മാളൂനെയൊക്കെ വിളിച്ചിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ആ പ്രസാദം അങ്ങനെ കഴിക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് തൊഴാൻ വേണ്ടിയിട്ട് ചെന്നു കേട്ടോ. പിന്നെ അവിടെ കുട്ടാറിൻ്റെ ഉണ്ണിനായിരുന്നു കേട്ടോ. ഞാൻ എന്നെ കളിപ്പിക്കായിരുന്നു കേട്ടോ. അവനെച്ചാൽ പിന്നെ യാതൊരുവിധ പ്രശ്നവും എല്ലാവരുടെ അടുത്തേക്കും ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ. പിന്നെ ഇതെന്റെ ഒരു കസിനാണ് കേട്ടോ, വൈഷ്ണവി എന്നാണ് പേര്. അപ്പോൾ അവളെ കണ്ടപ്പോൾ അവളുടെ അടുത്ത് സംസാരിക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ വിളിച്ചപ്പെടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതിന്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ലേ. നമുക്ക് മുല്ലമാലയൊക്കെ സമർപ്പിക്കാണ്ടായിരുന്നു, പിന്നെ പട്ട് കൊടുക്കാണ്ടായിരുന്നു, അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു. കിച്ചു എൻ്റെ ചേച്ചിമാരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ ഇവിടുന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. ഉണ്ണിക്ക് ചോറൊക്കെ കൊടുത്ത് പരിപാടിയൊക്കെ വേഗം കഴിയുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഉണ്ണിക്ക് നേരെ പറശ്ശിനിക്കടവ് പോയിട്ട് ചോറ് കൊടുക്കാണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏതാണ്ട് 1:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ണിക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടോ. അത് കാരണം നമ്മൾ ഇവിടെ തന്നെ നിന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പോകുമ്പോൾ ദൃശ്യേച്ചിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നമ്മുടെ കാശിക്കൂട്ടിനൊക്കെ ഒന്ന് കാണണമായിരുന്നു. പിന്നെ ചേച്ചി അമ്മയൊന്നും ഉണ്ണിനെ കണ്ടിട്ടില്ലല്ലോ. അപ്പം അങ്ങോട്ട് ഉണ്ണിനെ കണ്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ. അങ്ങനെ അമ്പലത്തിലെ വാക്കണ്ടലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പാപ്പൻ്റെ വീട്ടിൽ വന്നോട്ടെ. പാപ്പൻ്റെ വീട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ തൊട്ട് മുകളിലുള്ള വീടാട്ടോ. എന്നിട്ട് അവിടെ വന്നിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറ്റിയപ്പോൾ തന്നെ പകുതി സമാധാനമായിട്ട് എന്നിട്ട് ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ബാക്കി എല്ലാവരും അമ്പലത്തിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ ആദർശമാണ് ഫുഡ് എനിക്ക് ഇവിടേക്ക് കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ഇത് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ അച്ചാച്ചൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അച്ചാച്ചൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അച്ചാച്ചൻ്റെ യൂറിനിൽ ട്യൂബൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. മുന്നേ ഈ അമ്പലത്തിൽ ഓടി നടന്നിരുന്ന ആളാട്ടോ. അപ്പോൾ ഏകദേശം 2 വർഷത്തോളം ആവാറായി അച്ചാച്ചൻ സുഖമില്ലാതെ ഇരിപ്പായിട്ട്. ഇപ്പൊ എവിടേക്കും പോവില്ല കേട്ടോ. അച്ചാച്ചൻ ഫുൾ ടൈം വീട്ടിൽ തന്നെയാവും. അങ്ങനെ ഇത് നമ്മളെല്ലാവരും കൂടിയിട്ട് അച്ചാച്ചനെ കാണാൻ വേണ്ടിയിട്ട് പോവാൻ കേട്ടോ. തേജപ്പന്റെ കയ്യിലൊക്കെ ബാഗ് ഉണ്ടല്ലോ, അത് നമ്മൾ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് പാപ്പന്റെ വീട്ടിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ബാഗൊക്കെ അവിടെ നിന്ന് കൈപിടിച്ചിട്ട് നേരെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അച്ചാച്ചന് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറുപ്പയിലുള്ള ഒരു ഷോപ്പിൽ തന്നെ കയറിട്ടോ. ഇവിടുന്നാണ് നമ്മൾ എപ്പോഴും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറ് കേട്ടോ. അപ്പൊ ആദർശമായിട്ട് ഇത് അച്ചാച്ചനെ വാങ്ങിക്കാൻ പോയി നമ്മളെല്ലാവരും കാറിലിരിക്കുക കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മൾ ഇതേ വെലിച്ചിന്റെ വീട്ടിലെത്തി. അങ്ങനെ അങ്ങോട്ട് നടന്നുകൊണ്ട് കേട്ടോ. വെലിച്ചിന് നമ്മൾ അമ്പലത്തിൽ നിന്ന് പായസമൊക്കെ എടുത്തിട്ടുണ്ടായിട്ടോ. അങ്ങനെ ഇത് ഞാനൊക്കെ ഡ്രസ്സ് മാറി. അമ്മ ചേച്ചി നേരത്തെ ഇട്ട ചുരിദാറായിട്ട് അമ്മ എടുത്തിട്ടേക്കുന്നത്. അങ്ങനെ നമ്മുടെ കിച്ചൂട്ടൻ നല്ല ഉറക്കായിട്ടുണ്ട് കേട്ടോ. അച്ചാച്ചന് ഇവനെ കാണുമ്പോൾ എന്തായാലും നല്ല സന്തോഷമാവട്ടെ. എന്തായാലും നമ്മളിങ്ങോട്ട് ചോറ് കൊടുക്കാൻ വരുന്നുണ്ടെങ്കിൽ അച്ചാച്ചൻ്റെ അടുത്തേക്ക് കാണാതെ പോവില്ല എന്ന് അച്ചാച്ചൻ എന്തായാലും അറിയാട്ടോ. ഉറക്കത്തിലായിട്ടാ അച്ഛൻ പെണ്ണല്ലേ ഒരു ചെറുച്ചാളി ചെറുച്ചാളിയെ ഈ അച്ചി അച്ചി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ പറ്റും. കാരണം അത് കേൾക്കുമ്പോൾ കിച്ചു ഭയങ്കരമായിട്ട് ചിരിക്കാറുണ്ട് കേട്ടോ. അത് കാരണം ഞാൻ എപ്പോഴും അങ്ങനെ ആക്കൂട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ എടുക്കണം എൻ്റെ വോയിസ് കേട്ടിട്ട് കേട്ടോ. അങ്ങനെ ഇതേ ഫസ്റ്റ് അച്ചാച്ചനൊന്ന് നോക്കി. പിന്നെ മൂപ്പർക്ക് നൈസായിട്ട് വിഷമം വന്നു തുടങ്ങി. പിന്നെ അങ്ങനെ എന്നെ കിടന്ന് സെറ്റായിട്ടോ അച്ചാച്ചൻ്റെ അടുത്ത്. അപ്പോൾ നമ്മളെല്ലാവരും കിച്ചുവിനെ എന്നെ കളിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. ഉറക്കം വന്നിട്ടാ ഉറക്കം വരുന്നുണ്ട്. ഇറങ്ങിക്കോ. പിന്നെ ഇത് അച്ചാച്ചൻ എല്ലാവർക്കും ഇത് ഞങ്ങളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കട്ടെ. ഞങ്ങളുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇതിങ്ങനെ കാണിച്ചു കൊടുക്കട്ടെ വിനീഷേട്ടനും അമ്മയ്ക്കൊക്കെ മാളൂരൊക്കെ കാണിച്ചു കൊടുക്കാണ്. അങ്ങനെ കിച്ചു പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ അച്ചാച്ചൻ്റെ അടുത്ത് സെറ്റായിട്ടോ. അച്ചാച്ചൻ്റെ അടുത്ത് വർത്താനം പറിച്ചിലും ഭയങ്കര ഇതായിട്ടോ. നമുക്ക് എവിടെയും അധികം നേരം നിൽക്കാൻ പറ്റില്ലേ, നമുക്ക് ഇനി പറശ്ശിനി കടവിലേക്ക് പോകണമല്ലോ, അപ്പോൾ വേഗം നമ്മൾ ഇറങ്ങാൻ നോക്കാന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ വല്യമ്മയുടെ അടുത്ത് നമ്മുടെ കിച്ചപ്പുണ്ട്. അവൻ വല്യമ്മയുടെ അടുത്തൊക്കെ ഭയങ്കര ചിരിയും കളിയായിരുന്നു കേട്ടോ. വല്യമ്മയുടെ അടുത്ത് പരിചയക്കേടോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതേ വിനീഷയുടെ അച്ചാച്ചനെ
ആയിട്ട് സംസാരിച്ച് നിൽക്കേണ്ടത് പറഞ്ഞിട്ട് അച്ചാച്ചൻ കിച്ചോട്ടിൻ്റെ അടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഓണക്കോടി വാങ്ങാനുള്ള പൈസയൊക്കെ ഇതേ കിച്ചപ്പൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാച്ചൻ മുന്നേ ഇങ്ങനെയായിരുന്നു കേട്ടോ. മുന്നേ ഞാൻ തൃശ്ശൂർക്കൊക്കെ വരുന്ന സമയത്ത് എന്നെയും കാത്തിട്ട് റോട്ടിൽ നിൽക്കണ്ടാവും കേട്ടോ. വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു 500 രൂപ മടക്കി തരും. എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ വാങ്ങിച്ചോളാൻ പറയും കേട്ടോ. കിച്ചൂട്ടതേ കാശൊക്കെ മുറുക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അച്ചാച്ചൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്ന് കളിക്കുക. ഞാൻ വിചാരിച്ചു ഭയങ്കര കരച്ചിലൊക്കെ ആവുന്നു. ഫസ്റ്റ് എടുത്തപ്പോൾ ഒരു ഞെടുക്കുണ്ടായിരുന്നു, പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഇതേ അച്ചാച്ചൻ്റെ അടുത്ത് അച്ചാച്ചൻ പറഞ്ഞ കഥയൊക്കെ കേട്ടിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് ദൃശ്യച്ചൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതേ അവിടെ എത്തി, അവിടെ എല്ലാവരെയും കണ്ടു. അങ്ങനെ ഉണ്ണിയോളനെയൊക്കെ കളിപ്പിച്ചിട്ട് നിൽക്കുക കേട്ടോ. എല്ലാ പിള്ളേരും ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മുടെ കാശിക്കുട്ടനെയൊക്കെ കുറേ നേരം എടുത്ത് നിന്നു. അവനച്ഛൻ ഞാൻ എടുക്കുന്ന സമയത്ത് ഉറങ്ങായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇപ്പം മൂപ്പര് എനിറ്റു. അങ്ങനെ അമ്മയുടെ അമ്മ അടിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ മാളുമ്മ എടുത്തിട്ടുണ്ട്. ഇപ്പൊ മാളു ഇങ്ങനെ ഇരുന്ന് പറയട്ടെ നമ്മുടെ കിച്ചു എത്ര പെട്ടെന്നാലും ചേച്ചി വലുതായി ഇത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അങ്ങനെ നമ്മുടെ കാശിക്കുട്ട ഇവിടെ നല്ല ഉറക്കാണ്. നമ്മുടെ കിച്ചു എൻ്റെ അപ്പച്ചിയുടെ അടുത്തുണ്ട്. അങ്ങനെ വീശേണ്ട അച്ഛൻ നമ്മുടെ തുമ്പമ്മമാരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കട്ടാ. തുമ്പമ്മയ്ക്ക് ഭയങ്കര നാണം വീശേണ്ട കാണുമ്പോൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. നമുക്ക് തീരെ വിശക്കുണ്ടായിരുന്നില്ല. നമ്മൾ ഫുഡ് കഴിച്ചിട്ടല്ലേ ഓൾറെഡി പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇവരുടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അമ്പലത്തിൽ നിന്ന് നമ്മൾ ഉണിക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ അവിടുന്ന് ഭക്ഷണം കഴിക്കാതെ വരാൻ പാടില്ല പറഞ്ഞിട്ടുണ്ടായി. അത് കാരണമായിട്ട് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടോ. ഫുഡ് കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ വേഗം ഇറങ്ങി നമുക്ക് ഇനി നേരെ പറശ്ശിനിക്കടവിലേക്ക് പോകണം. നമ്മൾ ഇവിടുന്ന് ഒരു മണിക്ക് ആകുമ്പോൾ പറശ്ശിനിക്കടവിലേക്ക് പോകണം എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളിവിടെ ഇറങ്ങുമ്പോൾ ഏതാണ്ട് ഒരു 3 മണി 3:30 ആയിട്ടുണ്ടായിട്ടോ. അങ്ങനെ പിന്നെ കാശിക്കൂട്ടൻ്റെ അടുത്തും അവിടുത്തെ എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാട്ടോ. പിന്നെ നമ്മൾ കണ്ണൂർ എത്തണം. കണ്ണൂർക്ക് നല്ല ലോങ് ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറയും, കുറേ നേരം കിടന്നുറങ്ങും. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ എന്റർടൈൻമെന്റ് ആണ് ദേ കിടന്നുറങ്ങണത് കേട്ടോ. തുമ്പുമ്പുള്ള കാരണം നമുക്ക് നേരം പോകാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കേട്ടോ. മൂപ്പത്തി വായടച്ചിരിക്കില്ല, ഭയങ്കര സംസാരം, ഒന്നും വലിയ വലിയ കഥകളൊക്കെയാണ് പറയുക. അങ്ങനെ കുറേ ചിരിച്ചോട്ടെ തുമ്പമ്മയുടെ വർത്താനൊക്കെ ഇട്ടിട്ട് കുറേ നാൾക്ക് ശേഷം ലെവലായിട്ട് ഇങ്ങനെ സംസാരിക്കണതും ഒക്കെ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്രോൾ അടിക്കാനൊക്കെ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതേ ഇരുട്ടായിട്ടോ നമ്മളിവിടെ എത്തുമ്പോൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചായ ഒക്കെ കുടിക്കണമായിരുന്നു. അങ്ങനെ നമ്മുടെയൊക്കെ മുന്നേ വൈശാഖേട്ടനും പിന്നെ വിനീഷേട്ടനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വൈശാഖേട്ടനൊക്കെ കാർ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായി. അപ്പോൾ വിനീഷേട്ടനും വൈശാഖേട്ടനൊക്കെ ആ കാറിലാണ് വന്നിട്ടുണ്ടായിട്ട്. അപ്പം അങ്ങനെ കുറേ നേരം അവരെ കാത്തു നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. അവർ നമ്മുടെ മുന്നേ പോയിരുന്നായിരുന്നു കേട്ടോ. പിന്നെ അവരെന്നെ കാണാനില്ല. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവർ എത്തിയിട്ടുണ്ടായിരുന്നത്. ലൊക്കേഷനൊക്കെ ഇട്ടിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയപ്പോൾ എന്താ വേണ്ടതെന്നൊക്കെ പറയട്ടെ. അപ്പം ഞാനും മാതൃശ്ശേട്ടനായിട്ട് കടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി കാറിലുള്ള അമ്മയ്ക്കും മാളൂരും ചേച്ചിക്കും ഒക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ച് കൊണ്ടു കൊടുക്കട്ടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാറിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാനും അത് കാറിലിരുന്നിട്ട് കഴിക്കാട്ടെ ചെയ്ത് ആദർശേട്ടൻ കൊടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെയൊക്കെ പഴംപൊരിയാണ് ഇപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇതേ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതേ നമ്മുടെ വിനീഷേട്ടനും വൈശാഖേട്ടനും ഒക്കെ എത്തിയിട്ടാ. അങ്ങനെ ഇതേ അവരും ചായ കുടിക്കാൻ വേണ്ടി കയറി. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവുന്ന ഒരു കാര്യം ഉണ്ടായിട്ടോ. ഈ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ചേട്ടൻ വന്നിട്ടുണ്ടല്ലോ. ആളുടെ മോളെ പോലെ ഉണ്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട്. മോളെ കണ്ടിട്ട് 5 വർഷമായി. ചേച്ചി എബ്രോഡ് വർക്ക് ചെയ്യാത്രേ. എന്നിട്ട് ആ ചേച്ചിയുടെ ഫോട്ടോസൊക്കെ കാണിച്ചു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ കുറേ നേരം എന്നെ കാണുന്നു. അപ്പം എന്നെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമമായിട്ട് വന്ന ആൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ നമുക്കും ഭയങ്കര വിഷമമായിട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ വിനീഷേട്ടനൊക്കെ അവിടെ നിന്ന് ചായ കുടിക്കട്ടെ. അപ്പോൾ കിച്ചപ്പൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കിച്ചപ്പൻ്റെ ഫോണിൽ നോക്കിയിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര അങ്ങോട്ട് തിരിച്ചു. ഇനിയും കുറേ ദൂരം പോവാണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇനി റൂം സെറ്റാക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അങ്ങനെ ഇത് തുമ്പിച്ചേച്ചി കിച്ചുടനെ കളിപ്പിക്കാനുണ്ടോ. തുമ്പിച്ചേച്ചിക്ക് വെച്ചെങ്കിൽ ഇടയ്ക്കൊരു ഛർദ്ദിക്കാൻ മുട്ടലാണ്. പിന്നെ എന്തൊക്കെയോ ഇരുന്ന് പറയും. നമ്മൾ ചിരിച്ചൊരു വഴിക്കായിട്ടുണ്ട് കേട്ടോ തുമ്പമ്മയുടെ വർത്താനം കേട്ടിട്ട്. ഛർദ്ദിച്ച് കഴിഞ്ഞു വെച്ചെങ്കിൽ മൂപ്പത്തിയുടെ ഭാരം അങ്ങോട്ട് ഇറങ്ങിപ്പോയിരുന്നു. പിന്നെ ഛർദ്ദിച്ച് കഴിഞ്ഞു വെച്ചെങ്കിൽ വയറ്റിലെ കുട്ടികൾ അങ്ങോട്ട് പോയി കഴിഞ്ഞു വെച്ചെങ്കിൽ കുട്ടിക്ക് സമാധാനം കിട്ടും. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇരുന്ന് പറയുക. നമ്മളിരുന്ന് ചിരിക്കാതെ തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും അതിന് ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ബുദ്ധിമുട്ടുണ്ടായി തോന്നുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. പാവം തോന്നും ചെയ്യട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടോ. നൈസായിട്ട് നമുക്ക് വഴി തെറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും അതെ അവിടുത്തെ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് നമ്മൾ വീണ്ടും കറക്റ്റ് സ്ഥലത്തേക്ക് എത്തി. എന്നിട്ട് അവിടെ എത്തുമ്പോൾ നമ്മൾ ഏതാണ്ട് 10 മണിക്ക് ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റൂം സെറ്റാക്കാൻ വേണ്ടിയിട്ട് ആദർശേട്ടൻ നോക്കാട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ഹോട്ടലിലൊക്കെ കയറിയിട്ട് എത്ര റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പം എന്തായാലും ഇവിടം വരെ വന്നിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ. നമ്മൾ മുന്നേക്ക് വെച്ചാൽ കുറച്ചും കൂടി നേരത്തെ വന്നിട്ട് ഇവിടേക്ക് ഇരുന്നായിരുന്നു. നമ്മൾ അതിനായിട്ട് ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ വന്നിട്ട് ഇതിനൊക്കെ ചുറ്റി നടന്ന് രാത്രിയാകുമ്പോൾ ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് എന്തായാലും വെറുതെ ഒന്ന് അതിനെ കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനും റീനമ്മയും തുമ്പമ്മയും മാതൃശ്ശേനും കൂടിയിട്ട് നടന്നു കേട്ടോ. മാളും അമ്മയും ചേച്ചിയൊക്കെ കാറിലിരുന്നു. അവരൊക്കെ സൈഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്നാലും നമ്മളിവിടെ ഇറങ്ങിയതില്ല. എനിക്ക് അങ്ങോട്ട് ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും റീനമ്മയും അവരെ കൂടിയിട്ട് വെറുതെ അങ്ങോട്ട് നടക്കട്ടെ. തേജു എൻ്റെ
കിച്ചപ്പൻ്റെ ഒപ്പം പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഏതാണ്ട് 10 മണിക്ക് ആയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ വെറുതെ ഇതേനൊക്കെ നടന്ന് കുറച്ച് നേരം ഇതേനൊക്കെ ചുറ്റിയടിച്ച് നടന്നു. അധികം നേരം നമ്മളിവിടെ നിന്നില്ലാട്ടെ, കാരണം നമ്മുടെ കിച്ചപ്പന് കുറുക്കുണ്ടാക്കണം, അവന് ഭക്ഷണം കൊടുക്കണം, അപ്പോൾ അതൊക്കെ വേഗം സെറ്റ് ആക്കണ്ടല്ലേ. പിന്നെ നമ്മൾ ചോറ് കൊടുക്കേണ്ട സംഭവമൊക്കെ അവിടെ ചോദിച്ചിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ വേഗം പോരുകട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ തുമ്പി ചേച്ചിക്ക് ഒരു ബോൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട്, അപ്പോൾ തുമ്പമ്മയ്ക്കും അല്ലൂട്ടനും തേജപ്പനും ഒക്കെ നമ്മൾ ഒരേപോലത്തെ ബോൾ വാങ്ങിച്ചു. ഇനി അത് വെച്ചിട്ട് അവര് നമ്മുടെ റൂമിൽ പോയി കളിച്ചോളും. അങ്ങനെ നമ്മുടെ റൂമൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ തുമ്പമ്മ ഇത് എൻ്റെ മടിയിലായിട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോവാണ്. പിന്നെ നമ്മുടെ റൂമൊക്കെ സെറ്റായി അവിടെ എത്തി ഇനി കുളിച്ച് മാറ്റി കഴിഞ്ഞാലാണ് നമുക്കൊരു എന്താ പറയുക ഒരു സുഖം കിട്ടുള്ളൂ. അങ്ങനെ ഇതാണ് തൊട്ട് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വന്ന് നമ്മളെല്ലാവരും ഇതേ വേഗം കുളിക്കാനും ഏത് റൂമിലാണ് കയറേണ്ടതെന്നുള്ള ആദ്യം ഒരു കൺഫ്യൂഷനിലോട്ടെ ഏത് റൂം എടുക്കേണ്ടത്. 2 റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മ വന്ന പാടെ നമ്മുടെ കിച്ചപ്പിൻ്റെ ഇതേ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് അവൻ്റെ മേലൊക്കെ തുടച്ചു കൊടുക്കാട്ടോ. പിന്നെ അവന് കുറുക്കുണ്ടാക്കി അതൊക്കെ കൊടുക്കണം. അപ്പം എല്ലാവരും ഇതേ കിച്ചപ്പനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് റീനമ്മ തുമ്പമ്മേനെയും മലൂട്ടനെയൊക്കെ കുളിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിച്ചപ്പൻ ഇത് സെൻറ്ററിലൊക്കെ നമ്മൾ പൊട്ട് കുത്തി കൊടുത്തു കേട്ടോ. സത്യം പറയാ ചിങ്ങിക്ക് അവന് സെൻറ്ററിൽ പൊട്ട് കുത്തിയിട്ട് അധികം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ചേട്ടാ. വേറെ ഏതോ ഒരു മുഖച്ചായ വന്ന പോലെ തോന്നി കേട്ടാ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ബാപ്പൊക്കെ കഴിച്ചപ്പോൾ കിച്ചപ്പൻ കളിക്കാൻ വേണ്ടി കിടക്കാട്ടോ. അപ്പം പിന്നെ ഞാൻ ഉറക്കാന്ന് വിചാരിച്ച് കുറച്ച് നേരം കളിപ്പിച്ചിട്ട് പിന്നെ കിടത്തി ഉറക്കാന്ന് വിചാരിച്ചിട്ട് കാലുമിട്ട് ആട്ടി കൊടുക്കാട്ടോ. പിന്നെ ആദർശേട്ടനും വിനീഷേട്ടനും ഒക്കെ കൂടിയിട്ട് പുറത്തേക്ക് നമ്മൾ ഫുഡ് ആരും കഴിച്ചിട്ടില്ല, ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയി. അതിന് മുന്നേ ആദർശേട്ടൻ ഉണ്ണീനെ കളിപ്പിച്ചുകൊണ്ട് കേട്ടോ. അപ്പം വിനീഷേട്ടൻ ആദർശേട്ടനോട് വേഗം വരാൻ പറയട്ടോ, നമുക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് വേണ്ട നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ചേട്ടന്മാരൊക്കെ പുറത്ത് പോകുമ്പോൾ കഴിക്കാന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായി. എന്നിട്ട് നമുക്ക് വാങ്ങിച്ചു കൊണ്ടുവരുന്നപ്പോഴേക്കും നമ്മുടെ അടുത്ത് കുളിച്ച് മാറ്റി സെറ്റ് ആയിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായി. അമ്മ ഇതേ വേറെ ഡ്രസ്സൊന്നും കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ. അപ്പം ദൃശ്യേശ്വര കയ്യിൽ നിന്ന് അവിടെ നിന്നൊരു മാക്സി വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നമ്മളെല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് വട്ടട്ട് ഇരുന്നിട്ട് നിലത്തി ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മ വേഗം കഴിച്ചിട്ട് കിച്ചുവിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ പിന്നെ ഇത് കുറേ നേരം അങ്ങനെ വർത്താനം പറയും. നല്ല രസമുള്ള ഒരു ടൈം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് മക്കളും എല്ലാവരും കൂടിയിട്ട് നമ്മളിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.